ഇന്നിപ്പോ ലോകകപ്പ് ഫുട്ബോളിന്റെ അപേക്ഷകരമായ മുഹൂർത്തങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ എല്ലാം നാട്ടിൻപുറത്ത് ബ്രസീലുകാരെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൻപുറത്ത് പോർച്ചുഗലിന്റെ ആരാധകരെ കാണാൻ വേണ്ടി കഴിയും. പോർച്ചുഗൽ തന്നെ ആയിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾ മാറുകയാണ്. CR7 നമ്മുടെ വീട്ടിലുണ്ടാവുന്നു. നമ്മൾ ഇതുവരെ കേൾക്കാത്ത രാജ്യങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ, അവരുടെ പതാകകൾ നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. ഇത് വലിയ മാറ്റമാണ്. ഇത് നമ്മുടെ സാർവദേശീയ മനോഭാവത്തിന്റെ ഒരു പ്രകടനമാണ്. നിങ്ങൾ നോക്ക്, ഈ സമത്വത്തിന്റെ, ഈ സന്തോഷത്തിന്റെ, ഈ ഫുട്ബോൾ അന്തരീക്ഷത്തിൽ എത്രമാത്രം അസമത്വം ഈ ഫിഫ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ നടന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അർജന്റീനയെ വിറപ്പിച്ച ഒരു രാജ്യം. ചില ആളുകൾ പറയും അർജന്റീനയെ എല്ലാ കളിയിലും അർജന്റീന വിറച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാം, മെസ്സിക്കിനെ പോലത്തെ ആളുകൾ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അർജന്റീന കേപ്പ് വെർദെയുമായിട്ടുള്ള കളിയിൽ നമ്മളെല്ലാം ഒന്ന് ആശങ്കപ്പെട്ടു, പ്രത്യേകിച്ച് അർജന്റീനയുടെ ആരാധകർ. ആ കേപ്പ് വെർദെയുടെ ഗോളി നമ്മുടെ എല്ലാം സ്റ്റാറ്റസിലും നമ്മുടെ എല്ലാം മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇടം പിടിച്ചു. അദ്ദേഹത്തിന്റെ പേര് മൊസിഞ്ഞു എന്നാണ്. അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോട് ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ലോകകപ്പിൽ നമ്മൾ ആ പ്രതികരണം കാണാതെ പോകരുത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മനോഹരമായി കളിക്കാൻ കഴിഞ്ഞു, ഞാൻ ആ കാര്യത്തിൽ സന്തോഷമാണ്, എന്റെ രാജ്യത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ഏത് കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തിയത്? അദ്ദേഹം പറഞ്ഞു, എന്റെ കളി കാണാൻ എന്റെ അമ്മയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ കളി കാണാൻ എന്റെ അമ്മയെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു കളിക്കാരന് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തികമായ ഒരു സ്ഥിതി കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. അത് ഈ ലോകകപ്പ് കൂടുതൽ അടയാളപ്പെടുത്തി. കാരണം കേവലം 4 ലക്ഷം 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ കളിക്കാരന് തന്റെ അമ്മയെ അമേരിക്കയിൽ കളി കാണാൻ കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ആ രാജ്യത്തിനും ആ രാജ്യ ജനങ്ങൾക്കുമുണ്ട്. അത് അസമത്വമാണ്. ഈ അസമത്വം എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നമ്മളിവിടെ ഉന്നയിക്കേണ്ടത്. ഇപ്പോ അമേരിക്കയിലാണ് കളി നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരത്തെ ഉണ്ടായി. സൊമാലിയക്കാരനായിട്ടുള്ള ഒരു റഫറിയെ അമേരിക്ക തടഞ്ഞു വെക്കുന്നതായി ഉണ്ടായി. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നാ പറഞ്ഞത്. ഇറാനോട് പറഞ്ഞത്, നിങ്ങൾ മെക്സിക്കോയിൽ വെച്ച് പരിശീലനയ്ക്ക് നടത്തിക്കോ, നിങ്ങൾ ഇങ്ങോട്ട് അയച്ച ഇഷ്ടപ്രകാരം എല്ലാവർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. അറബ് രാജ്യങ്ങളോട്, ആഫ്രിക്കൻ രാജ്യങ്ങളോട് കടുത്ത വിസാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അമേരിക്ക അവരുടെ പതിവ് സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയുക. ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് ലോകത്ത് അസമത്വം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരോട്, ഇടതുപക്ഷക്കാരോട്, കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തിന് ഡിവൈഎഫ്ഐ ചോദിക്കുന്നവരുണ്ട്. ലോകത്ത് അസമത്വവും അനീതിയും നിലനിൽക്കുന്ന കാലത്തോളം സ്ഥിതിസമത്വമുള്ളൊരു ലോകത്തിൽ കെട്ടിപ്പടുക്കാൻ പോരാട്ടമില്ലാതെ മറ്റ് വഴികളില്ല എന്നാണ് അതിനുത്തരം. സോഷ്യലിസമാണ് ഭാവി, സമരമാണ് മാർഗം എന്നാണ് ഡിവൈഎഫ്ഐ അതിന് കൊടുക്കുന്ന ഉത്തരം.